ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണ് ഓൾജിബ്ര ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫങ്ഷൻസ്. ഇഫ് യു ആൻഡ് വി ആർ ഡിഫറൻഷ്യബിൾ ഫങ്ഷൻസ് ഓഫ് എക്സ്. ഇവിടെ പ്രധാനപ്പെട്ട 5 ഇക്വേഷൻസ് ആണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. അതിൽ യുവും വിയും 2 ഡിഫറൻഷ്യബിൾ ഫങ്ഷൻസ് ആയിരിക്കും. അതായത് യു എന്ന് പറയുന്നത് ഒരു ഫങ്ഷൻ, വി എന്ന് പറയുന്നത് മറ്റൊരു ഫങ്ഷൻ ആയിരിക്കും. എങ്കിലവിടെ എങ്ങനെയാണ് 2 ഡിഫറെൻറ്റ് ഫങ്ഷൻസ് വരുമ്പോൾ നമ്മൾ സം ചെയ്യുമ്പോഴും അതിൻ്റെ ഡിഫറൻസിയേഷൻ എങ്ങനെ കണ്ടുപിടിക്കും, അതുപോലെ സബ്സ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ മൈനസ് ചെയ്യുമ്പോൾ ഡിഫറൻസിയേഷൻ എങ്ങനെയാണ് കാണുക, അതുപോലെ പ്രൊഡക്റ്റ് ആണെങ്കിൽ 2 ഡിഫറെൻറ്റ് ഫങ്ഷൻസിൻ്റെ ഇടയിൽ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഡിഫറൻസിയേഷൻ കാണുക, അതുപോലെ ഡിവിഷൻ ആണെങ്കിൽ എങ്ങനെയാണ് ഡിഫറൻസിയേഷൻ കാണുക. ഇനി ഒരു ഫങ്ഷൻ്റെ കൂടെ തന്നെ ഒരു കോൺസ്റ്റൻ്റ് നിൽക്കുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഡിഫറൻസിയേഷൻ കാണുക. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു 5 പ്രധാനപ്പെട്ട ഇക്വേഷൻസ് ആണ് നമുക്ക് ആദ്യം പഠിക്കേണ്ടത്. അപ്പോൾ ഓൾജിബ്ര ഓഫ് ഡെറിവേറ്റീവ് ഫങ്ഷൻസ് എന്ന് പറയുന്നതിൽ ആദ്യം ഒരു 5 ഇക്വേഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. യു പ്ലസ് വി ഹോൾ ഡെറിവേറ്റീവ് ആണെങ്കിൽ, ഇവിടെ യു എന്ന് പറയുന്നതും വി എന്ന് പറയുന്നതും 2 ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ആയിരിക്കും. എങ്കിൽ യു പ്ലസ് വി ഹോൾ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻസർ ചെയ്യേണ്ടത് യുവിനെ ആദ്യം ഡെറിവേറ്റ് ചെയ്യുക പ്ലസ് വിനെ ഡെറിവേറ്റ് ചെയ്യുക. ഇതുപോലെ തന്നെയാണ് സബ്സ്ട്രാക്ഷൻ വരുമ്പോഴും യു മൈനസ് ബി ഹോൾ ഡെറിവേറ്റീവ് ആണെങ്കിൽ അതിനെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ യുവിനെ ആദ്യം ഡെറിവേറ്റ് ചെയ്യുക മൈനസ് വിനെ ഡെറിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് ആൻസർ കിട്ടും. യു വി ഹോൾ ഡെറിവേറ്റീവ് ആണെങ്കിൽ, അതായത് യു എന്ന് പറയുന്ന ഫംഗ്ഷനും വി എന്ന് പറയുന്ന ഫംഗ്ഷനും തമ്മിൽ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ അവരെ ഡെറിവേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് നമുക്ക് തന്നിരിക്കുന്നത്. യു എന്ന് പറഞ്ഞ ഫംഗ്ഷനെ അവിടെ വെറുതെ നിർത്തുക, വിനെ ഡെറിവേറ്റ് ചെയ്യുക പ്ലസ് വി എന്ന് പറഞ്ഞ ഫംഗ്ഷനെ എടുത്തെഴുതുക, യുവിനെ ഡെറിവേറ്റ് ചെയ്യുക. ഈ റൂളിനെ നമ്മൾ പറയുക പ്രൊഡക്റ്റ് റൂൾ എന്നാണ്. ഈ ഇക്വേഷനെ നമ്മൾ സ്റ്റേറ്റ് ചെയ്യുക. പ്രൊഡക്റ്റ് റൂൾ ആണ് ഇത്. പ്രൊഡക്റ്റ് റൂൾ വെച്ച് പ്രോബ്ലം ചെയ്യാൻ പറഞ്ഞാലും നമ്മൾ ഇത് തന്നെയാണ് ചെയ്യേണ്ടത്. ഇനി അടുത്തത് യു ബൈ വി ഹോൾ ഡെറിവേറ്റീവ് വന്നാൽ എന്ത് ചെയ്യണം? അതായത് 2 ഫങ്ഷൻസ് തമ്മിൽ ഡിവിഷൻ ആണെങ്കിൽ അവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിൻ്റെ റിസൾട്ട് കണ്ടുപിടിക്കേണ്ടത്? അതിനുള്ള ഇക്വേഷനാണ് തന്നിരിക്കുന്നത്. വി യു ഡെറിവേറ്റീവ് മൈനസ് യു വി ഡെറിവേറ്റീവ് ഡിവൈഡഡ് ബൈ വി സ്ക്വയർ. ഡിനോമിനേറ്റർ വി ആണ്, അപ്പോൾ ഇവിടെ വിനെ സ്ക്വയർ ചെയ്യണം. ഇനി ഡിനോമിനേറ്ററിനെ മുകളിലേക്ക് എടുത്തെഴുതണം. വിനെ മുകളിലേക്ക് എഴുതുക, അടുത്ത് നിൽക്കുന്ന യുവിനെ ഡെറിവേറ്റ് ചെയ്ത് എഴുതുക. മൈനസ് യുവിനെ വെറുതെ എഴുതിയാൽ മതി, വിനെയാണ് ഡെറിവേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യു ബൈ വി ഹോൾ ഡെറിവേറ്റീവിൻ്റെ ആൻസർ കിട്ടും. ഇതിനെ നമ്മൾ പറയുക കോഷ്യൻ്റ് റൂൾ എന്നാണ്. കോഷ്യൻ്റ് റൂൾ. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് കോഷ്യൻ്റ് റൂൾ യൂസ് ചെയ്യാൻ പറഞ്ഞാലും നമുക്കറിയണം ഇതാണ് കോഷ്യൻ്റ് റൂൾ. ഡിവിഷൻ വരുന്നിടത്ത് അപ്ലൈ ചെയ്യുന്ന റൂളാണ് കോഷ്യൻ്റ് റൂൾ. അടുത്തത് സി യു ഹോൾ ഡെറിവേറ്റീവ്. ഹിയർ സി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും, ഒരു സംഖ്യ ആയിരിക്കും. സംഖ്യയുടെ കൂടെ ഒരു ഫംഗ്ഷൻ ഉണ്ടാവും. എങ്കിൽ അതിനെ ഡെറിവേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? സീനെ അവിടെ കോൺസ്റ്റൻറ്റിനെ വെറുതെ നിർത്തുക, അതിന് ഡെറിവേഷൻ ഇല്ല. ഫംഗ്ഷനെ നമ്മൾ എന്ത് ചെയ്യുക, കൂടെ നിൽക്കുന്ന ഫംഗ്ഷനെ ഡെറിവേറ്റ് ചെയ്യുക. അതായത് കൂടെ നിൽക്കുന്ന യു എന്ന് പറഞ്ഞ ഫംഗ്ഷനെ നമ്മൾ എന്ത് ചെയ്തു, ഡെറിവേറ്റ് ചെയ്തു. അപ്പോൾ സി യു ഡെറിവേറ്റീവ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഓൾജിബ്ര ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫങ്ഷൻസ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട 5 ഇക്വേഷനിൽ ഉൾക്കൊള്ളുന്നതാണ്. ഇനി നമുക്ക് ഡെറിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചില ടേംസിൻ്റെ ഡെറിവേഷൻ്റെ ഫോർമുല പഠിച്ചു വെച്ചാൽ നമുക്ക് ഡെറിവേഷൻ ചെയ്യാൻ എളുപ്പമുണ്ട്. നമ്മൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേഷൻ ചെയ്തു പഠിച്ചു. എന്താണ് ആൻസർ കിട്ടിയത്? 0 ആണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം കോൺസ്റ്റൻറ്റ് വന്നാൽ അതിനെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ 0 ആണ്. അതുപോലെ തന്നെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് തന്നെ നമ്മൾ എക്സിനെ ഡെറിവേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. അതുപോലെ കുറച്ച് നമുക്കറിയാവുന്ന ഫോർമുലകളുണ്ട്. അത് ബൈ ഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ്. അപ്പോൾ ഈ ഫോർമുലകളും അടിയിൽ തന്നിരിക്കുന്ന ഈ ഫോർമുലകളും നന്നായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗം എളുപ്പമായിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ പറഞ്ഞു തരാം. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ്, എക്സിനെ ഡെറിവേറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ആൻസർ എന്തായിരിക്കും? 1 ആയിരിക്കും. എക്സ് റൈസ് ടു എന്നിനെയാണ് ഡെറിവേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ആൻസർ n ഇൻറ്റു എക്സ് റൈസ് ടു n മൈനസ് 1 ആയിരിക്കും. പവറായിട്ട് വരുന്ന n ഫ്രണ്ടിൽ എഴുതണം. മുകളിൽ, അതായത് പവറിൻ്റെ പൊസിഷനിൽ എന്നിൽ നിന്ന് 1 കുറച്ച് വാല്യൂ എഴുതിയാൽ മതി.
ഇനി 1/xനെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ -1/x² ആണ് എഴുതേണ്ടത്. √x ആണെങ്കിൽ 1/2√x. cos xൻ്റെ ഡെറിവേഷൻ -sin x ആണ്. അതുപോലെ tan xൻ്റെ ഡെറിവേഷൻ sec²x ആണ്. sec xൻ്റെ ഡെറിവേഷൻ sec x tan x ആണ്. cosec xനെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ d/dx of cosec x that is equal to -cosec x cot x ആണ്. d/dx of cot x that is equal to -cosec² x ആണ്. അപ്പോൾ ഇത് അത്യാവശ്യം നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഫോർമുലകളാണ്. അപ്പോൾ ഇത് പഠിക്കണം. ഇനി നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു പ്രോബ്ലം ചെയ്തു നോക്കാം. ഫസ്റ്റത്തെ പ്രോബ്ലം എഴുതുകയാണ്. ഇഫ് y equal to 2x² plus 4, if y equal to 2x² plus 4, then find dy by dx. y എന്ന് പറയുന്നത് 2x² plus 4 ആണ്. 2x² plus 4 ആണ്. then find dy by dx. dy by dxനെ നമ്മൾ കണ്ടുപിടിക്കണം. എങ്കിൽ yനെ ഡെറിവേറ്റ് ചെയ്യണം എന്നാണ് ഇത് മീൻ ചെയ്യുന്നത്. d/dx ഓഫ് y എന്ന് പറഞ്ഞാൽ എന്താണ്? y എന്ന് പറയുന്ന ഫംഗ്ഷനെ നമ്മൾ ഡെറിവേറ്റ് ചെയ്യണം. y എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഉള്ളിൽ 2 ഫങ്ഷൻസ് കിടക്കുന്നുണ്ട്. അതായത് 2x² എന്നുള്ളത് വരണം +4 എന്നുള്ളത്. അപ്പോൾ നമുക്ക് എഴുതാം d/dx ഓഫ് y that is dy by dx ഈക്വൽ ടു, ഇവിടെ d/dx എന്നുള്ളത് നമ്മൾ വൈക്ക് കൊടുത്ത പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഫംഗ്ഷനും അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ എടുത്തെഴുതി d/dx ഓഫ് 2x² plus 4 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി dy by dx ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ 2 ഫംഗ്ഷൻ ഉണ്ട്. ഒന്ന് ആദ്യം കിടക്കുന്നത് 2x² എന്നുള്ളത് യുവും, രണ്ടാമത് കിടക്കുന്നത് 4 എന്നുള്ളത് +4 എന്നുള്ളത് വി ഫംഗ്ഷനുമാണ്. എങ്കിൽ എന്ത് ചെയ്യണം? നമ്മളിവരെ പ്ലസ് ആണെങ്കിൽ ഇടയിൽ 2 ഫംഗ്ഷൻ്റെ ഇടയിൽ പ്ലസ് ആണ് വരുന്നതെങ്കിൽ അതിനെ ഡെറിവേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? സെപ്പറേറ്റ് അവരെ ഡെറിവേറ്റ് ചെയ്യണം. യുവിനെ ഡെറിവേറ്റ് ചെയ്യുക, പ്ലസ് എഴുതുക, വിനെ ഡെറിവേറ്റ് ചെയ്യുക. അപ്പോൾ അതുപോലെയാണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ d/dx 2 പേർക്കും ബാധകമാണ്. d/dx ഓഫ് 2x² ചെയ്യണം പ്ലസ് d/dx ഓഫ് 4 എന്നും ചെയ്യണം. d/dx എന്നുള്ളത് ഇവിടെ ഡെറിവേഷൻ്റെ സിമ്പലാണ്. ഇവിടെ ഫോർമുലയിൽ ഡെറിവേഷൻ്റെ സിമ്പലായിട്ട് ഇവിടെ യുവിൻ്റെ മുകളിൽ പവറായിട്ട് ഡാഷ് എന്നാണ് റെപ്രസെൻറ്റ് ചെയ്തതാണ്. അതായത് u⁻1 പോലെയാണ് അത് എഴുതുക. അതുപോലെ വിയുടെ പവറായിട്ട് 1 എഴുതി കഴിഞ്ഞാൽ v', അതായത് ഡെറിവേറ്റീവ് ഓഫ് വി എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ 2 രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. വേണമെങ്കിൽ ഡാഷ് ഇട്ട് റെപ്രസെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ d/dx ഇട്ടിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. സാധാരണ നമ്മൾ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ d/dx ആണ് യൂസ് ചെയ്യുക. ഈ ഇക്വേഷനെ തന്നെ നമുക്ക് d/dx വെച്ചിട്ടും എഴുതാൻ പറ്റും. അതായത് ബുക്കുകളിൽ പല രീതിയിൽ കാണാം. അപ്പോൾ നോക്കിക്കോളൂ, ഈ രീതിയിലും ഇതിനെ നമുക്ക് പുസ്തകത്തിൽ കാണാൻ പറ്റും. d/dx ഓഫ് u പ്ലസ് വി. അപ്പോൾ എന്ത് ചെയ്യണം? d/dx ഓഫ് u പ്ലസ് d/dx ഓഫ് വി ചെയ്യണം. അപ്പോൾ ഇത് എഴുതുന്നത് തന്നെയാണ് ഈ എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഫോർമുല എഴുതാൻ പറ്റും. അപ്പോൾ ഈ 2 എന്താണ്? സെയിം ആണ്. അപ്പോൾ നമുക്കിനി പ്രോബ്ലം കണ്ടിന്യൂ ചെയ്യാം. 2x² നമ്മൾ ആദ്യം ഡെറിവേറ്റ് ചെയ്യണം. അപ്പോൾ 2 കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻറ്റിന് എന്തില്ല? ഡെറിവേഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ 2വിനെ നമ്മൾ മുന്നിലേക്ക് എടുത്തിട്ടു. d/dx ഓഫ് x²നെയാണ് അപ്പോൾ നമ്മളിവിടെ ഡെറിവേറ്റ് ചെയ്യേണ്ടതായിട്ട് വരിക. പ്ലസ് 4 മാത്രമേ ഉള്ളൂ, ഇവിടെ കോൺസ്റ്റൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡെറിവേറ്റ് ചെയ്യാൻ ഒന്നും തന്നെ ഇല്ല. കോൺസ്റ്റൻറ്റിനെ ഡെറിവേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? കോൺസ്റ്റൻറ്റ് മാത്രമാണ് ഡെറിവേഷന് വരുന്നതെങ്കിൽ, കോൺസ്റ്റൻറ്റ് മാത്രമാണ് ഡെറിവേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നതെങ്കിൽ ദറ്റ് ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ നമ്മളതിനെ ഡെറിവേറ്റ് ചെയ്ത് എഴുതി 0 എന്ന് എഴുതി. ഇവിടെ കോൺസ്റ്റൻറ്റ് വിത്ത് ഫംഗ്ഷനാണ് നിൽക്കുന്നത്. 2 എന്നുള്ളതൊരു കോൺസ്റ്റൻ്റ് ആണ്, അതൊരു ഫംഗ്ഷൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. എങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ഈ ഫോർമുലയാണ് ഉപയോഗിക്കേണ്ടതായിട്ട് വരിക. കോൺസ്റ്റൻറ്റ് വിത്ത് എ ഫംഗ്ഷനാണ് എങ്കിൽ കോൺസ്റ്റൻറ്റിനെ അവിടെ വെറുതെ എഴുതുക, ഫംഗ്ഷനെ ഡെറിവേറ്റ് ചെയ്യുക. അതായത് കോൺസ്റ്റൻറ്റിനെ
ഡെറിവേഷൻ ഇല്ലാത്തതുകൊണ്ട്. കോൺസ്റ്റൻ്റ് ഒരു ഫംഗ്ഷൻ്റെ കൂടെ നിൽക്കുമ്പോൾ അതിന് ഡെറിവേഷൻ ഇല്ലാത്തതുകൊണ്ട് കോൺസ്റ്റൻറ്റിനെ മാറ്റി എഴുതിയതിന് ശേഷം എക്സ് സ്ക്വയറിനെ ഡെറിവേറ്റ് ചെയ്ത് എഴുതണം. എക്സ് സ്ക്വയറിനെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ ഇത് ഏത് ഫോർമുല പ്രകാരമാണ്? നമ്മളിതിനെ നോക്കുമ്പോൾ ഇത് എക്സ് റേസ് ടു എൻ പോലെയാണ്. എക്സ് റേസ് ടു എൻ ഫോർമുല പോലെയാണ് എക്സ് സ്ക്വയർ നിൽക്കുന്നത്. എങ്കിൽ ഫോർമുല പ്രകാരം എഴുതുമ്പോൾ 2 എന്നുള്ളത് ഫ്രണ്ടിൽ വരും. 2 ഇൻറ്റു എക്സ് റേസ് ടു 2 മൈനസ് 1 എന്നാണ് വരിക. അപ്പോൾ ഇവിടെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ 2 ഇൻറ്റു എക്സ് റേസ് ടു 2 മൈനസ് 1, അതായത് n ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1 ഫോർമുലയാണ്. ഇവിടെ 2 ഇൻറ്റു 2 4 എന്ന് കിട്ടും. എക്സ് റേസ് ടു 2 മൈനസ് 1 എന്ന് വരുമ്പോൾ ദാറ്റ് ഈസ് 1, ദെൻ 4x പ്ലസ് 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 4x എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. ഇവിടെ നമ്മൾ കുറച്ച് സ്പീഡിൽ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് വേഗം ഇതിൻ്റെ എക്സ് റേസ് ടു എന്നിൻ്റെ ഫോർമുല എക്സ് റേസ് ടു n ഈക്വൽ ടു n ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1 ആണ്. എങ്കിൽ നമുക്കത് എക്സ് ക്യൂബ് ആണെങ്കിൽ എന്ത് വരും? എക്സ് ക്യൂബ് ആണെങ്കിൽ ഒരു കാര്യം ആലോചിച്ചാൽ മതി. പവറായിട്ട് വരുന്ന സംഖ്യ മുന്നിൽ എഴുതണം. ഇനി പവർ 1 കുറയും, അതായത് 3യിൽ നിന്ന് 1 കുറയും എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ പവർ ഫ്രണ്ടിൽ എഴുതുക, ഇനി പവറിൻ്റെ സ്ഥാനത്ത് 1 കുറച്ച് എഴുതുക. എങ്കിൽ നമുക്ക് വേഗം തന്നെ ആൻസറുകൾ കിട്ടും. അപ്പോൾ d/dx ഓഫ് എക്സ് റേസ് ടു 7 ആണെങ്കിലോ 7 ഇൻറ്റു എക്സ് റേസ് ടു എന്തെന്ന് വരും? 6 എന്ന് വരും. 7നെ മുന്നിൽ എഴുതുക, പവറായിട്ട് വരുന്ന സംഖ്യ 1 കുറയ്ക്കണം. 7 ആണെങ്കിൽ 7 ആയിരുന്നു കിടന്നിരുന്നത്, എങ്കിൽ 1 കുറച്ച് എഴുതുക 6. അപ്പോൾ ഇതുപോലെ ഈ ഫോർമുല എളുപ്പത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേഷൻ ഒറ്റയടിക്ക് നോക്കിയിട്ട് പറയാൻ പറ്റും. നമുക്ക് ഫോർമുല പ്രയോഗിക്കുമ്പോൾ 2x ആണ് വരിക. അപ്പോൾ 2x ഇൻറ്റു 2 ദറ്റ് ഈസ് 4x. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ പ്രോബ്ലം നോക്കാം. രണ്ടാമത്തെ പ്രോബ്ലം ഇതാണ്. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് sec x. sec xൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് sec x. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം sec xൻ്റെ ഡെറിവേഷൻ sec x tan x ആണെന്ന് ഫോർമുല പഠിച്ചിരിക്കുന്നവർക്കറിയാം. പക്ഷേ ഇങ്ങനെ ഫോർമുല എടുത്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടണമെന്നില്ല. ഇത് 2 മാർക്കിൻ്റെയോ അല്ലെങ്കിൽ 1 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വരികയാണെങ്കിൽ അത് ചെയ്ത് തന്നെ നമ്മൾ പ്രൂവ് ചെയ്യണം. അത് ഇനി 1/2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ഡാഷ് ഇട്ടിട്ടാണ് വരണമെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? d/dx ഓഫ് sec x ഈക്വൽ ടു ഡാഷ് എന്ന് പറഞ്ഞിട്ടാണ് തന്നിരിക്കുന്നതെങ്കിൽ sec x tan x എന്ന് എഴുതിയാൽ മതി. 1 മാർക്കോ അല്ലെങ്കിൽ 2 മാർക്കോ ഒക്കെ ആയിട്ട് ഇതുമാതിരി ചോദ്യം വരികയാണെങ്കിൽ നമുക്കത് പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ d/dx ഓഫ് sec xൻ്റെ ഡെറിവേഷനാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ sec xൻ്റെ d/dx എന്ന് ഇട്ട് കൊടുത്തു. ഇനി sec xനെ നമുക്കറിയാം sec x ദാറ്റ് ഈസ് ഈക്വൽ ടു 1/cos x. sec x എന്ന് പറയുന്നത് ട്രിഗണോമെട്രിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് 1/cos x ആണ്. എങ്കിൽ ഇവിടെ sec xൻ്റെ പൊസിഷനിൽ നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? 1/cos x എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. sec x ഈക്വൽ ടു 1/cos x ആണ്. അതുകൊണ്ട് തന്നെ sec xൻ്റെ പൊസിഷനിൽ 1/cos x എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി ഇവിടെ നോക്കൂ, ഇത് ഏതുപോലെയായി? 1/cos x എന്ന് വന്നു കഴിഞ്ഞാൽ ഇത് u/v റൂളായി. അതായത് u എന്ന് പറഞ്ഞ ഫംഗ്ഷനെ ഡിവൈഡഡ് ബൈ v അല്ലേ? ഇവിടെ u എന്ന് പറയുന്നത് 1ഉം ഡിവൈഡഡ് ബൈ v എന്ന് പറയുന്നത് cos x ആണ്. എങ്കിൽ ഇതിനെ എന്ത് ചെയ്യണം? നമ്മൾ ഡെറിവേറ്റ് ചെയ്യണം. അപ്പോൾ ഡെറിവേറ്റ് ചെയ്യണത് നമുക്കിത് ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ d/dx യൂസ് ചെയ്തിട്ട് എഴുതാം. അപ്പോൾ u/v ഹോൾ ഡെറിവേറ്റീവ് ഇവരെ ഡെറിവേറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് വരും? നമ്മുടെ ഫോർമുല ഏത് ഫോർമുലയാണ്? കോഷ്യൻ്റ് റൂളിൻ്റെ ഫോർമുലയാണ്. നമുക്കറിയാം. ഫോർമുല എടുത്തെഴുതുന്നു. u ഡെറിവേറ്റീവ് മൈനസ് v ഡെറിവേറ്റീവ് ഹോൾ ഡിവൈഡഡ് ബൈ v സ്ക്വയർ ആണ് നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പോൾ ഇവിടെ sec xനെ നമ്മൾ 1/cos x എന്ന് എഴുതിയത് പ്രകാരം ഇവിടെ കോഷ്യൻ്റ് റൂള് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ കോഷ്യൻ്റ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ നോക്കുക, ഇത് u/v ഹോൾ ഡെറിവേറ്റീവ് പോലെയാണ് നമ്മുടെ പ്രോബ്ലം കിടക്കുന്നത്. എങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? റൈറ്റ് ഹാൻഡ് സൈഡ് പോലെ എഴുതണം. അപ്പോൾ ഇവിടെ യുവും വിയും തീരുമാനിച്ചു. ഹിയർ
യു എന്ന് പറയണത് എത്രയാണ്? യു എന്ന് പറയണത് 1 ആണ്. ഇനി വി എന്ന് പറയണത് കോസ് എക്സ് ആണ്. എങ്കിൽ ഇക്വേഷൻ പ്രകാരം എഴുതുമ്പോൾ നോക്കിക്കോളൂ, വി ആദ്യം എഴുതണം. അപ്പോൾ കോസ് എക്സിനെ ആദ്യം എഴുതി. ഇനി യുവിനെ ഡെറിവേറ്റ് ചെയ്യണം. യു എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്. അപ്പോൾ യുവിനെ ഡെറിവേറ്റ് ചെയ്യണം. ഡി ബൈ ഡി എക്സ് ഓഫ് 1. 1നെ ഡെറിവേറ്റ് ചെയ്യണമെന്ന് എഴുതി വെച്ചു. ഇനി മൈനസ് യുവിനെ അതുപോലെ തന്നെ എഴുതാം. വാട്ട് ഈസ് യു? യു എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്. അപ്പോൾ 1നെ അതുപോലെ തന്നെ എഴുതി. ഇനി അടുത്ത ആളെ, അതായത് വിനെ ഡെറിവേറ്റ് ചെയ്യണം. അതായത് ഡിനോമിനേറ്ററിനെ ഡെറിവേറ്റ് ചെയ്യണം. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് ഡിനോമിനേറ്റർ എന്താ ഇവിടെ? കോസ് എക്സ്. കോസ് എക്സിനെ ഡെറിവേറ്റ് ചെയ്യണം എന്ന് എഴുതി വെച്ചു. ഹോൾ ഡിവൈഡഡ് ബൈ വി സ്ക്വയർ ആണ് അടിയിൽ എഴുതേണ്ടത്. വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ കോസ് എക്സ് ആണ് ഇവിടെ വി. എങ്കിൽ വി സ്ക്വയർ എന്ന് എഴുതുമ്പോൾ എന്തെഴുതും? കോസ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് എഴുതും. കോസ് എക്സ് ഹോൾ സ്ക്വയർ. കോസ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറയണത് തന്നെയാണെന്ത്? കോസ് സ്ക്വയർ എക്സ്. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഡെറിവേറ്റ് ചെയ്യാൻ ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൂടി ബാക്കിയുണ്ട്. ഡെറിവേറ്റ് ചെയ്തിടണം. കോസ് എക്സിനെ അങ്ങനെ തന്നെ എഴുതി. 1നെ ഡെറിവേറ്റ് ചെയ്യുന്നു. 1നെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരു കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻറ്റിനെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? കോൺസ്റ്റൻറ്റിനെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ അവിടെ 0 എന്ന് വരും. അപ്പോൾ കോസ് എക്സ് ഇൻറ്റു 0 എന്നായിട്ട് മാറും. മൈനസ് 1. കോസ് എക്സിനെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ മൈനസ് സൈൻ എക്സ് ആണ്. അപ്പോൾ നമ്മളവിടെ എഴുതും മൈനസ് സൈൻ എക്സ്. അതായത് മൈനസ് സൈൻ എക്സ് ഇൻറ്റു 1 എന്നാണ് അവിടെ വരിക. ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എക്സ്. അതായത് കോസ് എക്സ് ഹോൾ സ്ക്വയർ തന്നെയാണ് കോസ് സ്ക്വയർ എക്സ്. ഇനി നോക്കൂ, കോസ് എക്സ് ഇൻറ്റു 0. കോസ് എക്സ് ഇൻറ്റു 0 എന്ന് വന്നു കഴിഞ്ഞാൽ 0 ആണ്. മൈനസ് 1 ഇൻറ്റു മൈനസ് സൈൻ എക്സ്. അപ്പോൾ അവിടെ പ്ലസ് സൈൻ എക്സ് എന്ന് വരും. അതായത് 0 പ്ലസ് സൈൻ എക്സ്. അപ്പോൾ നമുക്ക് നോക്കാം. കോസ് എക്സ് ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ 0 എഴുതി. മൈനസ് 1 ഇൻറ്റു മൈനസ് സൈൻ എക്സ് പ്ലസ് സൈൻ എക്സ് ആയി. ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എക്സ് ആയി. ഇനി ഇവിടെ നമുക്ക് 0 പ്ലസ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എക്സ്. ഇതിനെ കോസ് സ്ക്വയർ എക്സിന് അടിയിൽ കിടക്കുന്ന കോസ് സ്ക്വയർ എക്സിനെ നമുക്കൊരു കാര്യം ചെയ്യണം. സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് എന്നും എഴുതാൻ പറ്റും. 1 ഡിവൈഡഡ് ബൈ കോസ് എക്സ് എന്നും എഴുതാൻ പറ്റും. കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് കോസ് സ്ക്വയർ എക്സ് ആണ്. സൈൻ എക്സ് ഇൻറ്റു 1 സൈൻ എക്സ് ആണ്. അപ്പോൾ ഇതിനെ ഇങ്ങനെയും നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. അപ്പോൾ സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് ഈക്വൽ ടു ടാൻ എക്സ് ആണ്. 1 ബൈ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്ത്? 1 ബൈ കോസ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു സീക്ക് എക്സ്. നമ്മൾ കണക്കിൻ്റെ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ടിങ്ങിൽ ചെയ്തതാണ്. സീക്ക് എക്സിനെ എന്താക്കി മാറ്റി? 1 ബൈ കോസ് എക്സ് ആക്കി മാറ്റിയിരുന്നു. അപ്പോൾ പ്രോബ്ലത്തിൻ്റെ അവസാനത്തിൽ നമ്മൾ എന്ത് ചെയ്യണു? 1 ബൈ കോസ് എക്സിനെ തിരിച്ച് സീക്ക് എക്സ് ആക്കിയിട്ട് മാറ്റുന്നു. എങ്കിൽ നമുക്ക് ആൻസറായി ഡി ബൈ ഡി എക്സ് ഓഫ് സീക്ക് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ്. ടാൻ എക്സ് ഇൻറ്റു സീക്ക് എക്സ് തന്നെയാണ് എന്ത്? സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ്. അതുകൊണ്ട് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചിട്ടാലും കുഴപ്പമില്ല, സെയിം ആൻസർ തന്നെയാണ്. ടാൻ എക്സ് ഇൻറ്റു സീക്ക് എക്സ് തന്നെയാണ് എന്ത്? സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ്. ഇതുപോലെ നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനും കൂടി, പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനും കൂടി നോക്കാം. ഇത് സാധാരണയായിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ച് കാണാറുള്ള ക്വസ്റ്റ്യനാണ്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ, പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇഫ് y ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് ദെൻ ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ് യൂസിങ് കോഷ്യൻ്റ് റൂൾ. y എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. എക്സ് ഡിവൈഡ് ബൈ സൈൻ എക്സ് ആണ്. ഇതിൻ്റെ ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കണം. ഏത് റൂൾ വെച്ചിട്ട്? കോഷ്യൻ്റ് റൂൾ വെച്ചിട്ട്. അപ്പോൾ കോഷ്യൻ്റ് റൂൾ നമുക്കറിയാം. യു ബൈ വി. യു ബൈ വി ആണ് കോഷ്യൻ്റ് റൂള്. ഹോൾ ഡെറിവേറ്റീവ് ആണെങ്കിൽ എന്ത് വരും? വി യു ഡെറിവേറ്റീവ് മൈനസ് യു വി ഡെറിവേറ്റീവ് ഹോൾ ഡിവൈഡഡ് ബൈ വി സ്ക്വയർ ആണ് നമ്മുടെ കോഷ്യൻ്റ് റൂള്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കോഷ്യൻ്റ് റൂൾ എഴുതി വെച്ചു. ഇനി ആൻസർ ചെയ്യുമ്പോൾ
y ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സിനെയാണ് നമ്മൾ ഡെറിവേറ്റ് ചെയ്യേണ്ടത്. എങ്കിൽ വൈനെ ഡെറിവേറ്റ് ചെയ്യും. ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഡെറിവേറ്റ് ചെയ്യും. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വൈനെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് വൈ ദറ്റ് ഈസ് ഡി വൈ ബൈ ഡി എക്സ് എന്ന് കിട്ടും നമുക്ക്. ഈക്വൽ ടു ഇവിടെ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ബൈ സൈൻ എക്സ് എന്ന് എടുത്തെഴുതും. ഇനി ഇവിടെ യു എന്ന് പറഞ്ഞത് എക്സ് ആണ്, വി എന്ന് പറഞ്ഞത് സൈൻ എക്സ് ആണ്. അത് രണ്ടും നമ്മൾ കണ്ടുപിടിച്ചു, അതായത് നമുക്ക് മനസ്സിലാക്കി. അതിനുശേഷം എന്ത് ചെയ്യുക, ഫോർമുല അപ്ലൈ ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം, ഫോർമുല പ്രകാരം വിനെയാണ് മുകളിൽ കൊണ്ടെഴുതേണ്ടത്. അപ്പോൾ സൈൻ എക്സ് ആണ് വി, അപ്പോൾ അതിനെ മുകളിൽ കൊണ്ടെഴുതി. ഇനി എന്ത് ചെയ്യണം, എക്സിനെ ഡെറിവേറ്റ് ചെയ്യണം. അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് എന്തെന്ന് എഴുതാം, നമുക്ക് എക്സ് എന്ന് എഴുതാം. എക്സ് ആണ് ഇവിടെ യു, അതുകൊണ്ട് യുവിനെ ഡെറിവേറ്റ് ചെയ്യണം എന്നുള്ളടത്ത് എക്സിനെ ഡെറിവേറ്റ് ചെയ്യണം എന്ന് എഴുതി വെച്ചു. മൈനസ് യുവിനെ അങ്ങനെ തന്നെ അവിടെ എഴുതണം. യു എന്ന് പറയുന്നത് ഇവിടെ എക്സ് ആണ്, അപ്പോൾ അതിനെ അങ്ങനെ തന്നെ എഴുതി. ഇനി വിനെ ഡെറിവേറ്റ് ചെയ്യണം. ഇവിടെ വി എന്ന് പറയുന്നത് ഏതാണ്, വി എന്ന് പറയുന്നത് ഇവിടെ സൈൻ എക്സ് ആണ്, അപ്പോൾ സൈൻ എക്സിനെ ഡെറിവേറ്റ് ചെയ്യണം എന്ന് എഴുതി വെച്ചു. ഡിവൈഡഡ് ബൈ വി സ്ക്വയർ എഴുതണം, അതായത് സൈൻ സ്ക്വയർ എക്സ്. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഡെറിവേറ്റ് ചെയ്യാനുള്ള ആൾക്കാരെ ഡെറിവേറ്റ് ചെയ്യണം. അപ്പോൾ സൈൻ എക്സിനെ ഒന്നും ചെയ്യാനില്ല, അങ്ങനെ തന്നെ എഴുതിയാൽ മതി. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ്, എക്സിനെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആണ്. നമുക്കറിയാം ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആണ്. ഇനി അടുത്ത ആൾ ഡെറിവേറ്റ് ചെയ്യേണ്ടത് സൈൻ എക്സിനെയാണ് ഡെറിവേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് ഈക്വൽ ടു എന്താണ് പഠിച്ചേണ്ടത്, ദാറ്റ് ഈസ് കോസ് എക്സ്. ഫോർമുലകളാണിത് രണ്ടും, അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക, നമുക്ക് ആവശ്യമുണ്ട്. ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ കോസ് എക്സ് ആണ്. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മൈനസ് എക്സിനെ അങ്ങനെ തന്നെ എഴുതാം. ഇനി സൈൻ എക്സിനെ ഡെറിവേറ്റ് ചെയ്യണം എന്നുള്ളടത്ത് എന്താണ് എഴുതേണ്ടത്, കോസ് എക്സ് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എക്സ് അങ്ങനെ തന്നെ എഴുതിയാൽ മതി. സൈൻ എക്സ് ഇൻറ്റു 1 എന്ന് വന്നു കഴിഞ്ഞാൽ സൈൻ എക്സ് തന്നെ. മൈനസ് എക്സ് ഇൻറ്റു കോസ് എക്സ് മൈനസ് എക്സ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എക്സ്. ഇത് പരമാവധി സിംപ്ലിഫൈഡ് ഫോമാണ്. ഇനി ഇതിനെ വീണ്ടും നമുക്ക് ചെറുതാക്കാൻ പറ്റില്ല, അപ്പോൾ നമുക്ക് എടുത്തെഴുതാം. ദെയർഫോർ ഡി വൈ ബൈ ഡി എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ എക്സ് മൈനസ് എക്സ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എക്സ്. അടുത്ത ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു കോസ് എക്സ് ദെൻ ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ് യൂസിങ് പ്രൊഡക്റ്റ് റൂൾ. പ്രൊഡക്റ്റ് റൂൾ വെച്ചിട്ടാണ് നമ്മളിതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കേണ്ടത്. എങ്കിൽ നമുക്ക് പ്രൊഡക്റ്റ് റൂൾ എഴുതി വയ്ക്കാം. യു വി ഹോൾ ഡെറിവേറ്റീവ് ദറ്റ് ഈസ് ഈക്വൽ ടു യു വി ഡെറിവേറ്റീവ് പ്ലസ് വി യു ഡെറിവേറ്റീവ് ആണ് ഇക്വേഷൻ. ഇനി വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു കോസ് എക്സ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. വൈനെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് എന്ന് കിട്ടും. ഇനി ഇവിടെ നോക്കുക, എക്സ് സ്ക്വയർ പ്ലസ് 1 എന്നുള്ളത് ഒരു ഫംഗ്ഷനാണ്, കോസ് എക്സ് എന്നുള്ളത് മറ്റൊരു ഫംഗ്ഷനാണ്. എങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 1 എന്നുള്ളത് യുവും കോസ് എക്സ് എന്നുള്ളത് അവിടെ വിയുമാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ഇത് യു വി ഹോൾ ഡെറിവേറ്റീവ് ആണ്. ഇവരെ രണ്ടുപേരെയും നമ്മൾ ഡെറിവേറ്റ് ചെയ്യണം. അപ്പോൾ എടുത്തെഴുതി എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു കോസ് എക്സിനെയാണ് ഇവിടെ ഡെറിവേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ യു വി ഡെറിവേറ്റീവാണ്, 2 ടേമുണ്ട് ഡെറിവേറ്റ് ചെയ്യാൻ. അപ്പോൾ ആദ്യത്തെ ആളെ യുവിനെ അവിടെ വെറുതെ എഴുതണം. എക്സ് സ്ക്വയർ പ്ലസ് 1നെ ഫോർമുല പ്രകാരം എന്ത് ചെയ്യണം, യുവിനെ അവിടെ വെറുതെ എഴുതണം. അപ്പോൾ അതിനെ എഴുതി ആരെ ഡെറിവേറ്റ് ചെയ്യണം, വിനെ ഡെറിവേറ്റ് ചെയ്യണം. അതായത് രണ്ടാമത് എടുക്കുന്ന കോസ് എക്സിനെ ഡെറിവേറ്റ് ചെയ്യണം. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് എന്ന് എഴുതി വെച്ചു. ഇനി ഇടയിൽ ഫോർമുലയുടെ ഇടയിൽ പ്ലസ് ആണ്, അപ്പോൾ പ്ലസ് ഇട്ട് കൊടുക്കുക. വിനെ അവിടെ വെറുതെ എഴുതിയാൽ മതി. ഇവിടെ കോസ് എക്സ് ആണ് വി, അപ്പോൾ വിനെ അവിടെ വെറുതെ എഴുതി. ഇനി യുവിനെ ഡെറിവേറ്റ് ചെയ്യണം. യു എന്ന് പറയുന്നത് ആദ്യം കിടക്കുന്ന ടേമാണ് എക്സ് സ്ക്വയർ പ്ലസ് 1, അപ്പോൾ അതിനെ ഡെറിവേറ്റ് ചെയ്യണം. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് എഴുതി വെച്ചു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഡെറിവേഷൻ ചെയ്യാൻ ബാക്കിയുണ്ട്, അപ്പോൾ അത് ചെയ്യണം. എക്സ് സ്ക്വയർ പ്ലസ് 1നെ താഴേക്ക് എടുത്തെഴുതി. ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ്, കോസ് എക്സിനെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ എന്താണ്, കോസ് എക്സിനെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ മൈനസ് സൈൻ എക്സ് ആണ് ആൻസർ. എങ്കിൽ നമുക്ക് ആവശ്യമായ ഫോർമുലകളോട് എഴുതി വയ്ക്കേണ്ടത് ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ് ആണ് ഒരു ഫോർമുല നമുക്ക് ആവശ്യമുള്ളത്. ഇനി പ്ലസ് അങ്ങനെ തന്നെ എഴുതി
കോസ് എക്സിനെ അങ്ങനെ തന്നെ എഴുതി. അടുത്ത ഫംഗ്ഷൻ നോക്കി, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1. എക്സ് സ്ക്വയർ ഒരു ഫംഗ്ഷനാണ്, പ്ലസ് 1 എന്നുള്ളത് മറ്റൊരു ഫംഗ്ഷനാണ്. രണ്ട് ഫംഗ്ഷനിടയിലും എന്തുണ്ട്? പ്ലസ് കൊണ്ട് വേർതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരെ നമ്മൾ എന്ത് ചെയ്യണം? യു പ്ലസ് വി ഹോൾ ഡെറിവേറ്റീവ് പോലെയാണ്. ആദ്യത്തെ ആളെയും ഡെറിവേറ്റ് ചെയ്യണം, പ്ലസ് ഇടണം, രണ്ടാമത്തെ ആളെ ഡെറിവേറ്റ് ചെയ്യണം. അപ്പോൾ എക്സ് സ്ക്വയറിനെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട ഫോർമുല ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എൻ പോലെയാണത് എങ്കിൽ എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1 ആണ് അടുത്ത ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ എക്സ് സ്ക്വയറിന് യൂസ് ചെയ്യേണ്ടത് ഈ ഫോർമുലയാണ്. എക്സ് റൈസ് ടു എൻ എക്സ് സ്ക്വയർ പോലെയാണ് എങ്കിൽ എന്ത് വരും? എക്സ് സ്ക്വയറിന് ഈ ഫോർമുല പ്രകാരം എഴുതുമ്പോൾ 2 ഇൻറ്റു എക്സ് റൈസ് ടു 2 മൈനസ് 1 എന്ന് വരും. അപ്പോൾ 2 ഇൻറ്റു ഒരു ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുക, എന്നിട്ട് എഴുതുക 2 ഇൻറ്റു എക്സ് റൈസ് ടു 1. അപ്പോൾ നമ്മൾ എന്ത് എഴുതിയാൽ മതി? 2x എന്ന് എഴുതിയാൽ മതി. എക്സ് സ്ക്വയറിനെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ ഈ ഫോർമുല പ്രകാരം എന്താണ് കിട്ടുക? 2x എന്നാണ് കിട്ടുക. 2x റൈസ് ടു 1 എന്നാണ് കിട്ടുക. എക്സ് റൈസ് ടു 1 ആയതുകൊണ്ട് എക്സ് എന്ന് എഴുതിയാലും മതി. അപ്പോൾ 2x. ഇനി പ്ലസ് 1നെ ഡെറിവേറ്റ് ചെയ്യണം. അതായത് ഇവിടെ 2 ടേം ഉണ്ട്, അതുകൊണ്ട് രണ്ടുപേരെയും സെപ്പറേറ്റ് ഡെറിവേറ്റ് ചെയ്യണം. നടുവിലുള്ള പ്ലസ് അങ്ങനെ തന്നെ എഴുതണം. 1നെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? 1 ഈസ് എ കോൺസ്റ്റൻറ്റ് തനിയെ നിൽക്കുകയാണെങ്കിൽ അതിനെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തെന്ന് പഠിച്ചിട്ടുണ്ട്? 0 എന്ന് പഠിച്ചിട്ടുണ്ട് ഫോർമുല. അപ്പോൾ 1നെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ആണ് എങ്കിൽ അത് 1 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അതിനെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ അതിനെ മാത്രം കോൺസ്റ്റൻറ്റ് തനിച്ച് വന്നാൽ അതിനെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ 0 ആണ് ആൻസർ വരിക. എങ്കിൽ കോസ് എക്സ് ഇൻറ്റു 2x പ്ലസ് 0, 2x പ്ലസ് 0 എന്ന് പറഞ്ഞാൽ 2x ആണ്. 2x ഇൻറ്റു കോസ് എക്സ് എന്ന് വരും അവിടെ ആൻസർ. എങ്കിൽ ഇവിടെ നോക്കൂ, എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു മൈനസ് സൈൻ എക്സ്. അപ്പോൾ മൈനസ് ഇൻറ്റു പ്ലസ് എന്ന് വരുമ്പോൾ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു സൈൻ എക്സ് എന്ന് എഴുതാൻ പറ്റും. ഇവിടെ കോസ് എക്സ് ഇൻറ്റു 2x പ്ലസ് 0, 2x പ്ലസ് 0 എന്ന് വരുമ്പോൾ 2x വരും. 2x ഇൻറ്റു കോസ് എക്സ് എന്ന് വരുമ്പോൾ 2x കോസ് എക്സ് എന്ന് എഴുതാൻ പറ്റും. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഇവിടെ പ്ലസ് ചെയ്തതിന് ശേഷം കിട്ടുന്ന 2xനെ ഇവിടെ മൾട്ടിപ്ലിക്കേഷനാണ്, അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതുന്നതിൽ തെറ്റില്ല. ഇനി നമ്മൾ സാധാരണയായിട്ട് റിസൾട്ട് എഴുതുമ്പോൾ എപ്പോഴും പ്ലസ് ടേമാണ് എഴുതുക, രണ്ടാമത് മൈനസ് ടേം. അതുകൊണ്ട് തന്നെ 2x കോസ് എക്സിനെ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം എടുത്തെഴുതാം. മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു സൈൻ എക്സിനെ രണ്ടാമത് എടുത്തെഴുതാം. എങ്കിൽ നമ്മുടെ റിസൾട്ടായി. ദെയർഫോർ dy by dx that is equal to 2x cos x minus x square plus 1 into sin x. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇതും പരീക്ഷയ്ക്ക് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എക്സ് മൈനസ് 1 ബൈ എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. വാട്ട് യു മീൻ ബൈ വിത്ത് റെസ്പെക്ട് ടു എക്സ്? എക്സ് ആയിരിക്കും ഇവിടെ വേരിയബിൾ. എക്സ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അതായത് എഴുതുന്നത് ഡി ബൈ ഡി എക്സ് എന്നായിരിക്കും. എങ്കിൽ നമുക്കിവിടെ ഇതൊരു ഫംഗ്ഷനാണ്. അപ്പോൾ എടുത്തെഴുതാം. ഇതിനെ നമുക്ക് എഫ് ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 1 ബൈ എക്സ് എന്ന് പറയാം. ഇനി നമുക്ക് ഓൾറെഡി അറിയുന്ന ഒരു കാര്യമുണ്ട്, എഫ് ഓഫ് എക്സ് തന്നെയാണ് എന്ത്? ദാറ്റ് ഈസ് വൈ അല്ലേ? എങ്കിൽ ഇതിനെ ഇങ്ങനെയും എഴുതാൻ പറ്റും, വൈ ഈക്വൽ ടു എക്സ് മൈനസ് 1 ബൈ എക്സ്. എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനാണ് നമ്മുടെ ആവശ്യം? ഡെറിവേറ്റ് ചെയ്യലാണ്. ഇതിൻ്റെ ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കലാണ്. എങ്കിൽ ഇതിനെ എങ്ങനെയാണ്? വൈനെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തെഴുതും? ഡി ബൈ ഡി എക്സ് ഓഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ചിട്ടാണ് എന്ത് ചെയ്യണേ? വൈനെ ഡെറിവേറ്റ് ചെയ്യുന്നത്. എങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് വൈ എന്ന് എഴുതും. അപ്പോൾ നമുക്ക് ആൻസർ ഡി വൈ ബൈ ഡി എക്സ് ദറ്റ് ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് മൈനസ് 1 ബൈ എക്സ്. ഇവിടെ നോക്കൂ, യു മൈനസ് വി. എക്സ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷനാണ്, 1 ബൈ എക്സ് എന്ന് പറയുന്നത് മറ്റൊരു ഫംഗ്ഷനാണ്. രണ്ട് ഫംഗ്ഷൻസ് തമ്മിൽ എന്ത് ചെയ്തണോ? മൈനസ് കൊണ്ട് വേർതിരിച്ചണോ? എങ്കിലിത് യു മൈനസ് വി ഫോർമുലയാണ്. അപ്പോൾ സാധാരണയായിട്ട് മൈനസ് കൊണ്ടോ പ്ലസ് കൊണ്ടോ രണ്ട് ഫംഗ്ഷനെ വേർതിരിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? രണ്ടുപേരെയും സെപ്പറേറ്റ് ഡെറിവേറ്റ് ചെയ്യണം. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എന്നും എഴുതാൻ പറ്റും. അതുപോലെ മൈനസ് നടുവിലിടുക, മൈനസ് അങ്ങനെ തന്നെ നടുവിലിറക്കിയിട്ടു ഡി ബൈ ഡി എക്സ് ഓഫ് 1 ബൈ എക്സ് എന്നും എഴുതാൻ പറ്റും. ഇനി നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതൊക്കെ ഇക്വേഷനാണ്, നമുക്കറിയുന്ന ഇക്വേഷനാണ്. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഒരാളുടെ ഒരു ഇക്വേഷൻ കിട്ടി. ഇനി അടുത്ത ഇക്വേഷൻ നമുക്കറിയാം ഡി ബൈ ഡി എക്സ് ഓഫ് 1 ബൈ എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും മുന്നേ പറഞ്ഞിട്ടുണ്ട്, പഠിച്ചു വെക്കണം. എങ്കിൽ നമുക്കിവിടെ സോൾവ് ചെയ്ത് കഴിഞ്ഞു, നമ്മൾ ആൻസർ കണ്ടെത്തി കഴിഞ്ഞു. ഡി ബൈ
ഡി എക്സ് ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഇനി മൈനസ് അങ്ങനെ തന്നെ എഴുതി ഡി ബൈ ഡി എക്സ് ഓഫ് 1/x നമ്മൾ എന്ത് ചെയ്തു, -1/x² എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എങ്കിൽ dy by dx that is equal to 1. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പ്ലസ് 1/x² എന്ന് വരും. അപ്പോൾ നമ്മുടെ ആൻസറായി therefore dy by dx that is equal to 1 + 1/x² ആണ് ആൻസർ വന്നത്. അപ്പോൾ നമുക്കിവിടെ രണ്ട് ഇക്വേഷൻസ് അറിഞ്ഞിരുന്നാൽ സിമ്പിളായിട്ട് ഇതിൻ്റെ ആൻസർ കണ്ടെത്താനായിട്ട് പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇതും പരീക്ഷയ്ക്ക് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എക്സ് മൈനസ് 1/x വിത്ത് റെസ്പെക്ട് ടു എക്സ്. വാട്ട് ഡു യു മീൻ ബൈ വിത്ത് റെസ്പെക്ട് ടു എക്സ്? എക്സ് ആയിരിക്കും ഇവിടെ വേരിയബിൾ. എക്സ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അതായത് എഴുതുന്നത് d/dx എന്നായിരിക്കും. എങ്കിൽ നമുക്കിവിടെ ഇതൊരു ഫംഗ്ഷനാണ്. അപ്പോൾ എഴുതാം. ഇതിനെ നമുക്ക് f(x) ദാറ്റ് ഈസ് ഈക്വൽ ടു x മൈനസ് 1/x എന്ന് പറയാം. ഇനി നമുക്ക് ഓൾറെഡി അറിയണ ഒരു കാര്യമുണ്ട്, f(x) തന്നെയാണ് എന്ത്, ദാറ്റ് ഈസ് y അല്ലേ. എങ്കിൽ ഇതിനെ ഇങ്ങനെയും എഴുതാൻ പറ്റും, y ഈക്വൽ ടു x മൈനസ് 1/x. എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനാണ് നമ്മുടെ ആവശ്യം, ഡെറിവേറ്റ് ചെയ്യലാണ്. ഇതിൻ്റെ dy/dx കണ്ടുപിടിക്കലാണ്. എങ്കിൽ ഇതിനെ എങ്ങനെയാണ്, yനെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തെഴുതും, d/dx ഓഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ചിട്ടാണ് എന്ത് ചെയ്യണേ, വൈനെ ഡെറിവേറ്റ് ചെയ്യുന്നത്. എങ്കിൽ d/dx ഓഫ് y എന്ന് എഴുതും. അപ്പോൾ നമുക്ക് ആൻസർ dy/dx ദാറ്റ് ഈസ് ഈക്വൽ ടു d/dx ഓഫ് എക്സ് മൈനസ് 1/x. ഇവിടെ നോക്കൂ, u മൈനസ് v, എക്സ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷനാണ്, 1/x എന്ന് പറയുന്നത് മറ്റൊരു ഫംഗ്ഷനാണ്. രണ്ട് ഫംഗ്ഷൻസ് തമ്മിൽ എന്ത് ചെയ്തണോ, മൈനസ് കൊണ്ട് വേർതിരിച്ചണോ. എങ്കിലിത് u മൈനസ് v ഫോർമുലയാണ്. അപ്പോൾ സാധാരണയായിട്ട് മൈനസ് കൊണ്ടോ പ്ലസ് കൊണ്ടോ രണ്ട് ഫംഗ്ഷനെ വേർതിരിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, രണ്ടുപേരെയും സെപ്പറേറ്റ് ഡെറിവേറ്റ് ചെയ്യണം. അപ്പോൾ d/dx ഓഫ് എക്സ് എന്നും എഴുതാൻ പറ്റും. അതുപോലെ മൈനസ് നടുവിലിടുക, മൈനസ് അങ്ങനെ തന്നെ നടുവിലിറക്കിയിട്ടു d/dx ഓഫ് 1/x എന്നും എഴുതാൻ പറ്റും. ഇനി നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതൊക്കെ ഇക്വേഷനാണ്, നമുക്കറിയുന്ന ഇക്വേഷനാണ്. d/dx ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഒരാളുടെ ഒരു ഇക്വേഷൻ കിട്ടി. ഇനി അടുത്ത ഇക്വേഷൻ നമുക്കറിയാം d/dx ഓഫ് 1/x ദാറ്റ് ഈസ് ഈക്വൽ ടു -1/x² ആണ്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും മുന്നേ പറഞ്ഞിട്ടുണ്ട്, പഠിച്ചു വെക്കണം. എങ്കിൽ നമുക്കിവിടെ സോൾവ് ചെയ്ത് കഴിഞ്ഞു, നമ്മൾ ആൻസർ കണ്ടെത്തി കഴിഞ്ഞു. d/dx ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഇനി മൈനസ് അങ്ങനെ തന്നെ എഴുതി d/dx ഓഫ് 1/x നമ്മൾ എന്ത് ചെയ്തു, -1/x² എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എങ്കിൽ dy/dx ദാറ്റ് ഈസ് ഈക്വൽ ടു 1. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പ്ലസ് 1/x² എന്ന് വരും. അപ്പോൾ നമ്മുടെ ആൻസറായി therefore dy/dx ദാറ്റ് ഈസ് ഈക്വൽ ടു 1 + 1/x² ആണ് ആൻസർ വന്നത്. അപ്പോൾ നമുക്കിവിടെ രണ്ട് ഇക്വേഷൻസ് അറിഞ്ഞിരുന്നാൽ സിമ്പിളായിട്ട് ഇതിൻ്റെ ആൻസർ കണ്ടെത്താനായിട്ട് പറ്റും. അടുത്ത ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് 3 - 4x⁻⁻5 വിത്ത് റെസ്പെക്ട് ടു എക്സ്. എങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ എടുത്തെഴുതാം. y ഈക്വൽ ടു, ഇതൊരു ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് എന്തെഴുതാം, y ഈക്വൽ ടു 3 - 4x⁻⁻5. ഇനി ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ yനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, dy/dx ഈക്വൽ ടു d/dx ഓഫ് 3 - 4x⁻⁻5 എടുത്തെഴുതി. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, രണ്ട് ഫംഗ്ഷൻസിനെ മൈനസ് കൊണ്ട് വേർതിരിച്ചിരിക്കുന്നു. എങ്കിൽ രണ്ട് പേരെയും സെപ്പറേറ്റ് നമ്മൾ ഡെറിവേറ്റ് ചെയ്യണം. അപ്പോൾ d/dx ഓഫ് 3 എന്നും എഴുതാൻ പറ്റും, നടുവിലുള്ള മൈനസ് അവിടെ ഇടുക. d/dx ഓഫ് 4x⁻⁻5 എന്നും എഴുതാൻ പറ്റും. ഇനി ഇവിടെ 3 ഒരു കോൺസ്റ്റൻ്റ് ആണ്, എങ്കിൽ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ d/dx ഓഫ് കോൺസ്റ്റൻ്റ് നമുക്കറിയാം, d/dx ഓഫ് കോൺസ്റ്റൻ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു
0 ആണ്. ഇക്വേഷൻ ഓർമ്മയിൽ വയ്ക്കുക. അതുപോലെ തന്നെ അടുത്തത് മൈനസ് അങ്ങനെ തന്നെ എഴുതി. 4 ഒരു കോൺസ്റ്റൻ്റ് ആണ്, പക്ഷേ അതൊരു ഫംഗ്ഷൻ്റെ കൂടെയാണ്. എങ്കിൽ എന്ത് ചെയ്യണം? 4നെ പുറത്തേക്ക് എടുത്തിടുക. d/dx ഓഫ് x⁻⁻5 അവിടെയുള്ള ഫംഗ്ഷനെ മാത്രം നമ്മൾ ഡെറിവേറ്റ് ചെയ്താൽ മതിയാവും. അതിൻ്റെ കൂടെയുള്ള കോൺസ്റ്റൻറ്റ് അവിടെ അങ്ങനെ തന്നെ നിൽക്കും. ഇനി ഇവിടെ ആവശ്യമായ ഫോർമുല നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, x⁻n രൂപത്തിലാണ് അത് കിടക്കുന്നത്. എങ്കിൽ d/dx ഓഫ് x⁻n എന്ന് പറയുന്ന ഫോർമുലയാണ് നമുക്ക് അവിടെ ആവശ്യമുള്ളത്. അപ്പോൾ n × x⁻n−1 ആണ് റിസൾട്ടായിട്ട് നമുക്ക് കിട്ടുക. ഇത് x⁻n പോലെയാണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ എന്തെഴുതണം? n × x⁻n−1. പവർ ഫ്രണ്ടിലെടുത്ത് എഴുതണം. പവറിൽ നിന്ന് ഒന്നുകൂടി കുറയ്ക്കണം. അപ്പോൾ നോക്കിക്കോളൂ, 0 മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 - 4 എന്ന് പറഞ്ഞാൽ -4 അവിടെ നിൽക്കുള്ളൂ. ഇനി ഡെറിവേറ്റ് ചെയ്ത് എഴുതുന്നതിന് മുമ്പ് ഒന്നും കൂടി ആ ടേമിനെ എടുത്ത് താഴേക്ക് എഴുതണു. ഓക്കെ, -4 x⁻⁻5നെ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യണേ? ഡെറിവേറ്റ് ചെയ്യണേ. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ഫോർമുല പ്രകാരം -5 ഫ്രണ്ടിൽ എഴുതണം. ഇനി ഇവർ തമ്മിൽ മൾട്ടിപ്ലിക്കേഷനാണ്, അതുകൊണ്ട് ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുക. ഇനി എക്സിൻ്റെ പവറായിട്ട് -1 കൂടി ചെയ്യണം. അപ്പോൾ -5 - 1 -6 എന്ന് വരും നമുക്കിവിടെ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡെറിവേഷൻ കഴിഞ്ഞു. ഇനി നോക്കൂ, -4 × -5 ദാറ്റ് ഈസ് ഈക്വൽ ടു നെഗറ്റീവിൻ്റെ നെഗറ്റീവ് പോസിറ്റീവ്. 4 × 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 20. 20 x⁻⁻6 എന്നാണ് നമുക്ക് റിസൾട്ട് കിട്ടുക. ഓക്കെ, ഇതുവരെയുള്ള പ്രോബ്ലംസ് പറഞ്ഞു തന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള പ്രോബ്ലംസ് സിമ്പിളായിട്ട് ചെയ്തു നോക്കുക. നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഈ രീതിയിൽ. ഫോർമുലകൾ പഠിച്ചതിന് ശേഷം ഓരോ പ്രോബ്ലംസും എടുത്ത് ചെയ്തു നോക്കുക.